മനസ്സിന്റെ ഉള്ളിൽ ഒരു കനൽക്കട്ട പോലെ നീറി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മരണം എന്ന ചിന്ത. വെമ്പായത്തോ പരിസരങ്ങളിലോ ആരെങ്കിലും മരണപ്പെടുമ്പോൾ മാത്രമല്ല, ഓരോ ദിവസവും രാത്രിയിൽ എപ്പോഴൊക്കെയോ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് തട്ടിപ്പോകുന്ന ഒരു ചിന്തയാണ് നമ്മുടെ മരണം. ഞാൻ ഉടനെ മരിക്കുമോ തമ്പുരാനെ? ജീവിതം എങ്ങും എത്തിയിട്ടില്ല റബ്ബേ, മക്കൾ വലുതായിട്ടില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ പ്രായാധിക്യത്തിന്റെ പടുംകുഴിയിലാണ്, അവർക്ക് ഞാൻ ആവശ്യമാണ്, എന്റെ ഭാര്യ പാവപ്പെട്ടവളാണ്, എന്റെ ഭർത്താവ് സാധുവാണ്, എന്റെ മക്കൾ ഉമ്മയില്ലെങ്കിൽ ജീവിക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ ചിന്തയുടെ നൂലാമാലകൾ മനസ്സിനെ വല്ലാതെ അലട്ടുമ്പോൾ മരണമെന്ന് പറയുന്ന ചിന്ത ഒരു തീപ്പൊരി പോലെ മനസ്സിൽ വാരി വിതറിയിട്ട് നമ്മുടെ കൽബിൽ നിന്ന് ഓടി ഒളിക്കുന്നത് പതിവാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചിരിക്കുന്നു, വീണ്ടും നമ്മൾ കളിക്കുന്നു, വീണ്ടും നമ്മൾ ഉല്ലസിക്കുന്നു, വീണ്ടും നമ്മൾ ഉന്മേഷവാന്മാരാകുന്നു. പക്ഷെ എപ്പോഴൊക്കെയോ വീണ്ടും മരണം തന്നെ നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാലോ, ഇനി അടുത്തത് ഞാനാണ്, ഇനി അടുത്തത് ഞാനാണ്, നമ്മുടെ ഹൃദയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും നമ്മൾ ഓർക്കുന്നില്ലെങ്കിലും, മനഃപൂർവ്വം ഓർക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും, മരണം ഒരു ഓർമ്മയായി നമ്മുടെ ഹൃദയത്തിന്റെ അറകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒഴിവാക്കാൻ കഴിയുന്നില്ല. അപ്പോ അത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാലാകാലം നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാരുമില്ല. എന്തായാലും ഒരു നാൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പിടിപെടുത്തുകൊണ്ട് നമ്മൾ പോകണം. അങ്ങനെ പോകുമ്പോൾ ആ രംഗത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരിൽ ഭൂരിഭാഗം ആളുകളും നമ്മളോടൊപ്പം വരും ഖബർ വരെ. നിസ്കാരം കഴിഞ്ഞ് കുറച്ചാളുകൾ പോകും. അതൊരു വല്ലാത്ത രംഗമല്ലേ? എത്രയോ മയ്യത്തുകളെ നിങ്ങൾ കൊണ്ടുവന്ന് വെമ്പായം പള്ളിയിലും കന്യാകുളങ്ങര പള്ളിയിലും കൊല്ലമ്പാറ പള്ളിയിലും കൊണ്ടുവന്നടക്കി എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മുടെ മയ്യത്താണതെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മയ്യത്ത് നമ്മെ ഇങ്ങനെ പൊതിയുന്നു, നമ്മെ കുളിപ്പിക്കുന്നു, നമ്മെ ചുമന്നു കൊണ്ടുപോകുന്നു, നമ്മളിങ്ങനെ മിണ്ടാതെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നു, വീടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ കിടക്കുന്നു. നമ്മുടെ മുഖത്ത് ഈച്ച വന്നിരുന്നാൽ നമ്മുടെ മക്കൾ തട്ടിക്കളയുന്നു. ആരെങ്കിലും കാണാൻ വരുമ്പോൾ മുഖം മറച്ചിരിക്കുന്ന തുണി കൊണ്ട് നമ്മുടെ മക്കൾ വാപ്പച്ചിയുടെ മുഖം ഇങ്ങനെ കാണാൻ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുന്നു. പുറത്ത് ജനങ്ങൾ സംസാരിക്കുന്നു, നല്ല പ്രഭാഷകനായിരുന്നു, നല്ല പൊതുപ്രവർത്തകനായിരുന്നു, പള്ളിക്ക് ഉപയോഗമുള്ളവനായിരുന്നു, KMYF ഉപകാരമുള്ളവനായിരുന്നു, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം? അള്ളാഹുവിന്റെ വിധി. ചെറുപ്പക്കാരൻ, ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല, ഒരു കുഞ്ഞേ ആയിട്ടുള്ളൂ, പാവപ്പെട്ട പെണ്ണ് എന്നൊക്കെ ഇങ്ങനെ നാടും നഗരവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്കതൊന്നുമല്ല വിഷയം. നമ്മുടെ ഖബറിലേക്ക് ഇപ്പൊ കൊണ്ടുപോകില്ല അല്ലാഹ്. ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ കേട്ട ഖബർ, ഒരുപാട് ഭയാനകരമായ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ, അതിന്റെ മജ്‌ലിസിലിരുന്ന് ആരും അറിയാതെ തട്ടം കൊണ്ട് കണ്ണീര് തുടച്ചുപോയ ഖബർ എന്ന് പറയുന്ന ഭയാനകരമായ ആ ലോകത്തേക്ക് എന്റെ യാഥാർത്ഥ്യം, എന്റെ ജീവിതം ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പോവാണല്ലോ റബ്ബേ. അങ്ങനെ ഒരു നല്ല മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ട് ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു. മുകളിൽ പലക നിരത്തി. ഓരോ പലക നിരത്തുമ്പോ ഇരുട്ട് കൂടിക്കൂടി വരികയാണ്. മുഴുവനും പലക കൊണ്ട് നിരത്തുമ്പോ അകത്ത് കുറ്റാങ്കുറ്റിരുട്ടായി. പലകകൾക്കിടയിലെ വിടവിലൂടെ ഒരു പ്രകാശം അകത്തേക്ക് പോകുന്നെങ്കിൽ, ഒരു പഴുത് കാണാനുണ്ടെങ്കിൽ അവിടെ ഒരു പുല്ലോ മണ്ണോ വെച്ചിട്ട് അതുകൂടി അടച്ച് ആകെ ഇരുട്ടാക്കുകയാണ്. പിന്നെ വെളിച്ചമില്ല, വീടില്ല, കുടുംബമില്ല, ഉമ്മാന്ന് വിളിച്ച് ഓടി വന്ന് വാരിപ്പുണരാൻ മക്കളില്ല, ഭർത്താവില്ല, സഹോദരങ്ങളില്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല. ഒറ്റക്കായി ഇരുട്ടറയ്ക്കകത്ത് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ നഗ്നമേനി കൊണ്ടുവന്ന് വെക്കും. എല്ലാവരുടെയും അവസ്ഥയാണ്. ഒരാളും ഇതുവരെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ ആരും അതിൽ നിന്ന് രക്ഷപ്പെടാനും പോകുന്നില്ല. ഉറപ്പായും ഇന്നല്ലെങ്കിൽ നാളെ
നമ്മൾ ഓരോരുത്തരും ഇതനുഭവിക്കേണ്ടവരാണ്. അങ്ങനെ ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചാൽ മയ്യത്ത് കണ്ണു തുറക്കുമെന്നാണ്. മയ്യത്ത് കണ്ണു തുറക്കുമെന്നാണ്. കണ്ണു തുറന്നിട്ട് ഖബറിന്റെ അകത്ത് കിടന്ന് കരയും, അല്ലാഹുവേ, ഇനി എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് പോകാൻ കഴിയില്ല. എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഉമ്മയെ ഇനി അവരെന്തെങ്കിലും ചെയ്താൽ അതിന്റെ പുണ്യം എനിക്ക് കിട്ടുമെന്നതല്ലാതെ ഒരിക്കലും ഇനി അവരുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ സ്വാലിഹീങ്ങളുടെ മയ്യത്തിന്റെ അരികിലേക്ക് ഒരു പ്രകാശരൂപമുള്ള ഒരു മനുഷ്യൻ, കാണാൻ സൗന്ദര്യമുള്ള, കണ്ടാൽ എല്ലാ വിഷമങ്ങളും മറന്നുപോകുന്ന, കണ്ടാൽ എല്ലാ സങ്കടങ്ങളും തീർന്നു പോകുന്ന സൗന്ദര്യമുള്ള ഒരു രൂപം ആ ഖബറിന്റെ അകത്ത് വന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക്കും യാ ഹബീബ്. നീ കരയല്ലേ, നീ പേടിക്കല്ലേ, നീ സങ്കടപ്പെടല്ലേ, നീ നൊമ്പരപ്പെടല്ലേ. ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്. ആ സമയത്ത് അവൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ, എനിക്ക് വെമ്പായത്ത് എത്ര കൂട്ടുകാരുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് എത്ര കൂട്ടുകാരുണ്ടായിരുന്നു. വാട്സപ്പിലും ഫേസ്ബുക്കിലും കൂട്ടുകെട്ടിന് മിതത്വം കൊടുക്കുന്ന, കൂട്ടുകെട്ടിന്റെ ആധിക്യത്തിൽ സന്തോഷിക്കുന്ന, അധികമായി കമന്റുകൾ എഴുതുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവരൊന്നും ഇങ്ങനെയല്ലല്ലോ, ആ കൂട്ടുകാരല്ലല്ലോ ഈ ഖബറിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ആരാണ് പടച്ചവനെ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ പരത്തിയിട്ട് ഖബറിന്റെ അകത്ത് എന്നെ സമാധാനിപ്പിക്കാൻ കടന്നു വന്ന കൂട്ടുകാരൻ ആരാണ്? എനിക്ക് സ്വസ്ഥത നിന്നുകൊണ്ട് കടന്നു വന്ന കൂട്ടുകാരൻ ആരാണ്? എന്നോട് കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാൻ വന്ന കൂട്ടുകാരൻ ആരാണ്? മന്നന്ത, നീ ആരാണ്, നീ ആരാണ്, നീ ആരാണ്, നീ ആരാണ്? ഈ ഇരുട്ടറയ്ക്കകത്ത് എനിക്ക് സമാധാനം തന്ന് കടന്നു വന്നത് നീ ആരാണ്? ഇരുട്ടിന്റെ കൂട്ടിന്റെ അകത്തിന്റെ വിഷമങ്ങള്, എന്റെ വേജാറുകള്, എന്റെ വേദനകള്, എന്റെ വെപ്രാളങ്ങള്, എന്റെ നൊമ്പരങ്ങള്, എന്റെ പ്രയാസങ്ങള് മുഴുവനും മാറ്റാൻ വേണ്ടി ഒരു തലോടല് പോലെ, ഒരു സാന്ത്വനം പോലെ, ഒരു സൗന്ദര്യ സ്നേഹ തീരം പോലെ ഒഴുകിയെത്തിയ നീ ആരാണ്? എന്നാ ഖബറിന്റെ അകത്ത് കിടന്ന് മയ്യത്ത് ചോദിക്കുമ്പോ ആ മയ്യത്തിനോട് വീണ്ടും വന്നയാൾ ചോദിക്കുമ്പോൾ, തഅരിഫൂനി, എന്നെ മനസ്സിലായില്ലേ, നിനക്ക് മനസ്സിലായില്ലേ? അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്, ഞാൻ നിന്റെ സഹോദരനായ ഖുർആനാണ്, ഞാൻ നീ എന്നെ കൊണ്ടു നടന്ന കൂട്ടുകാരനാണ്. അല്ലദീ അസ്ഹർത ലൈലക, നീ എന്നെ കയ്യിൽ വെച്ചിട്ടാണ് രാത്രി ഉറക്കമടിച്ചത്, നിന്റെ യാത്രയിൽ എന്നെ കൂടെ കൊണ്ടുപോയവനാണ്, നിനക്ക് വേദന വരുമ്പോ കൂട്ടുകാരനായ എന്നെ നിവർത്തി നോക്കിയവനാണ്, നിനക്ക് സന്തോഷം വരുമ്പോ ഖുർആനാകുന്ന എന്നെ മറന്നിട്ടല്ല, വേദന വരുമ്പോ ഖുർആനാകുന്ന എന്നെ മറന്നിട്ടില്ല, സങ്കടത്തിലും സന്തോഷത്തിലും മനക്കത്തിലും മടക്കത്തിലുമല്ല ഏറ്റവും നല്ല കൂട്ടുകാരനായി എന്നെ സ്വീകരിച്ചവനെ, എന്നെ സ്വീകരിച്ചവനെ ആ ഖുർആനാണ്. ഞാനും ഖബറിന്റെ അകത്ത് വന്നിട്ട് ഖുർആൻ പറയുമത്രേ. അങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടുകാരനെ ഉണ്ടാക്കാൻ എന്താണ് വഴി? അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്.